സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയുള്ള തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിന്റെ മുഖം മിനുക്കൽ പ്രതിസന്ധിയിൽ. നടപ്പാത കയ്യേറിയുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ചാൽ മാത്രമേ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സ്മാർട്ട് സിറ്റി അധികൃതർ പറയുന്നത്. വിപണന സ്വഭാവം അനുസരിച്ച് ക്രോഡീകരണം നടത്തി കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് കോർപ്പറേഷൻ എടുക്കുന്ന കാലതാമസമാണ് പദ്ധതിയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത്. ടോപ് 10 സ്പെഷ്യൽ കാണാം. സ്മാർട്ട് സിറ്റി പ്രവർത്തനങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഒടുവിൽ വിദേശ സ്വദേശ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിന്റെ മോടികൂട്ടലാണ് പുതിയ പ്രതിസന്ധി. കഴിഞ്ഞ വർഷമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ബീച്ചിലെത്തുന്നവർക്ക് കാഴ്ചകൾ മനോഹരമാക്കാനുള്ള ഇരിപ്പിടം, വിശ്രമസ്ഥലം, അലങ്കാര വിളക്കുകൾ എന്നിവയെല്ലാം നിർമ്മിച്ചു. എന്നാൽ നടപ്പാതകൾ കച്ചവട സ്ഥാപനങ്ങൾ കയ്യേറിയതോടെ പദ്ധതി പൂർണ്ണമായി നിലച്ചു. എന്നാൽ കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇവരെ ഒഴിപ്പിച്ചാൽ മാത്രമേ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയെന്നാണ് സ്മാർട്ട് സിറ്റി അധികൃതരുടെ വിശദീകരണം. മാറത്തില്ല, ആ കടയിൽ അവർക്ക് വരണമെന്നുള്ള ആഗ്രഹമൊന്നും അവർക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ പോയേ പറ്റൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ അതിൻ്റെതായ നടപടി സ്വീകരിക്കും. DTPCയും ചേർന്ന് അത് തീരുമാനം കോർപ്പറേഷനും DTPCയും കൂടെ എടുത്താൽ മാത്രമേ ആ തീരുമാനത്തിൽ ഒരു യാഥാർത്ഥ്യം സംഭവിക്കുകയുള്ളൂ. കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനായി നിർമ്മിച്ച കെട്ടിടത്തിൽ മതിയായ സൗകര്യമില്ലാത്തതിനാലാണ് മാറാൻ തയ്യാറാക്കാത്തതും. വിപണന സ്വഭാവം അനുസരിച്ച് സ്ഥാപനങ്ങളെ ക്രോഡീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ ഇതുവരെ നടപ്പാക്കാത്തതും പദ്ധതിയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റിയുടെ സൗന്ദര്യവൽക്കരണത്തിനായി 95 ലക്ഷവും NHMന്റെ ഫണ്ടിൽ നിന്ന് 99 ലക്ഷവും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശംഖുമുഖം ബീച്ചിനോട് ചേർന്ന് പുതുതായി നിർമ്മിച്ച ഭൂരിഭാഗം കെട്ടിടങ്ങളിലും മതിയായ സൗകര്യങ്ങളില്ലാത്തതാണ് കച്ചവടക്കാർ മാറാൻ തയ്യാറാകാത്തത്. വിപണനക്രമം ക്രോഡീകരിച്ച് കടകൾ അനുവദിക്കുന്നതിൽ നടപടിയെടുക്കേണ്ട കോർപ്പറേഷനിൽ പലതവണ പരാതിപ്പെട്ടിട്ടും ഫലം കണ്ടില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നമ്മൾ മാറണമെന്നല്ല, നമ്മളിവിടെ ഇരുന്നാലും നമ്മൾ ജീവിക്കുന്നത്. അങ്ങും ഇങ്ങൊക്കെ കട കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ജീവിക്കാൻ പറ്റും? നമുക്ക് പറ്റും, ആളുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം. അവർ മാറുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചായത്തട്ടിനാണ് ഇവിടെ കെട്ടിടം കെട്ടിയിട്ടേക്കുന്നത്. അവർ കൊടുത്തിട്ട് എവിടെയാണ് അവർ സ്ഥലം തരുന്നിടത്ത് മാറാനാണ്. നല്ല കച്ചവടം, നമുക്ക് ബിസിനസ് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ മാറും. ഈ ശംഖുമുഖം ബീച്ച്, ഈ തൊഴിലാളികൾ, ഈ കച്ചവടക്കാർ മാത്രമാണ് ഇത്രയും മേൽ കൊണ്ടെത്തിച്ചത്. ഇവരിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് കച്ചവടക്കാർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് യാതൊരു ഇതും ഇതുവരെ ഉണ്ടായിട്ടില്ല. വെള്ളവും ലൈറ്റൊക്കെ ഉണ്ട്, എല്ലാം എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന കടകളൊക്കെ എടുത്തു മാറ്റി എങ്ങോട്ട് കൊണ്ടുപോകാം? ഞങ്ങൾ ഈ കടകളെടുത്ത് കച്ചവടങ്ങളും ഇല്ല. എല്ലാം കൂടെ ഒരിടത്ത് വരുമ്പോഴത്തേക്ക് കച്ചവടമില്ല. അങ്ങോട്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അങ്ങോട്ടൊന്നും കട വയ്ക്കാൻ സമ്മതിക്കുന്ന. പണ്ടൊക്കെ ഞങ്ങൾ ആ സൈഡിലൊക്കെ കട വെച്ചിരുന്നത്. കടകൾ കെട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടത് അത് ചായക്കടയ്ക്ക്, ബാക്കിയുള്ളവരെയൊക്കെ ഒരു സൈഡ് ഒതുക്കി വയ്ക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ അനുകൃതമായിട്ട് ശരിക്കും കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു തടസ്സം. ഉള്ളവർക്ക് എന്തായിട്ട് ജീവിച്ച് പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഒരു കട ആവശ്യമാണ്. പിന്നെ മക്കൾ കുടുംബം ഉണ്ടെങ്കിൽ അത് ഇവിടെ സാറ് വന്ന് അതിൻ്റെ രേഖകളെല്ലാം വാങ്ങി ആ സമയത്ത് പറഞ്ഞത് മക്കളിപ്പോൾ ഒരു കുടുംബമായിട്ട് ഇതിനകത്ത് കച്ചവടം ഉണ്ടെങ്കിൽ അവർക്കൊരു കടയുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി KB ശ്യാമപ്രസാദ് ചേരുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തെ ഒരു കാലത്ത് വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പിന്നീട് ആ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് പിന്നാലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ശംഖുമുഖത്തെ സൗന്ദര്യവൽക്കരണത്തിലൂടെ ആ പദ്ധതിയിൽ വീണ്ടും ഒരു ചർച്ച വരുന്നു. ഇപ്പോൾ 1 വർഷം പിന്നിട്ടു ഈ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിയിട്ട്. 80% നിർമ്മാണ പ്രവൃത്തികൾ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ആളുകളുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. ശ്യാം, എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നേരിടാൻ കഴിയുക? കോർപ്പറേഷൻ നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പുതിയ നിർമ്മാണവും തലസ്ഥാന നഗരത്തെ ഇപ്പോൾ വട്ടം ചുറ്റിച്ചിരിക്കുകയാണ്. പ്രധാനമായും ശംഖുമുഖം ഈ ഒരു ബീച്ച് നവീകരണമായിട്ടുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷം മുമ്പായിരുന്നു ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശംഖുമുഖം ബീച്ചിൻ്റെ മോടിവൽക്കരണം ആരംഭിച്ചത്. എന്നാൽ 1 വർഷം പൂർത്തിയാകുമ്പോൾ പോലും ഈ നവീകരണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. പ്രധാനമായും ഇതിന് കാരണമായി സ്മാർട്ട് സിറ്റി അധികൃതർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ നടപ്പാതകൾ കയ്യേറിയുള്ള കച്ചവടക്കാരുടെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി ഈ നടപ്പാതകൾ മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്താൻ സാധിക്കുന്നില്ല. സ്മാർട്ട് സിറ്റി പ്രധാനമായി ഇത്തരത്തിൽ ശംഖുമുഖം മോടിവൽക്കരണത്തിന് പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത് വിശ്രമ സ്ഥലവും ഇവിടെ വരുന്ന രാജ്യാന്തര ആഭ്യന്തര സഞ്ചാരികൾ അടക്കമുള്ളവരുടെ വിശ്രമ കേന്ദ്രമായും ഒപ്പം തന്നെ അലങ്കാര വിളക്കുകളും മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഇവിടെ ഒരുക്കിക്കൊണ്ട് മുഖ്യ ആകർഷണ കേന്ദ്രമാക്കാനായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഈ ശംഖുമുഖം മോടിവൽക്കരണം. എന്നാൽ അതാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ പൂർത്തിയാകാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും കോർപ്പറേഷൻ ഇതിൽ അടിയന്തര നടപടി പോലും സ്വീകരിക്കാനായിട്ട് ഇതുവരെ തയ്യാറായിട്ടുമില്ല. പ്രധാനമായും 90ഓളം കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ 20 കച്ചവട സ്ഥാപനങ്ങൾക്ക് സമീപത്തേക്ക് മാറ്റി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കെട്ടിടം പണിതെങ്കിലും അതുപോലും വൈദ്യുതിയോ മറ്റ് സംവിധാനങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാതെ ഇപ്പോഴും അടച്ചിട്ട നിലയിലുമാണ്. കച്ചവടക്കാർ പറയുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ഈ ഒരു കേന്ദ്രം തുറന്നു നൽകിയാൽ പോലും വെള്ളമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ കച്ചവടം നടത്തുക, അല്ലെങ്കിൽ ആ കേന്ദ്രങ്ങളിലേക്ക് തങ്ങൾ എങ്ങനെ പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. തങ്ങൾ ഇത്തരത്തിൽ നിർബന്ധിതരാക്കുകയാണെങ്കിൽ പ്രധാനമായും മറ്റ് സമരമാർഗങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ഇനി സമരവുമായി ആളുകൾ മുന്നോട്ട് പോവുകയാണ്. അതിനു മുമ്പ് കോർപ്പറേഷൻ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.